വേണം. മൊയ്തീൻ കുഞ്ഞ് കായംകുളത്തുനിന്ന്. മൊയ്തീൻ കുഞ്ഞ് കുറേ ആയല്ലോ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്. നമസ്കാരം. ഉണ്ടേ മനു. എന്ത് പറ്റി? ഞാൻ സുഖമില്ലാതെ ആയിപ്പോയി. ആണോ? അടുപ്പിച്ച് ഒരാഴ്ചക്കുള്ളിൽ 2 അറ്റാക്കൊക്കെ വന്നു. എൻ്റെ അമ്മേ. എന്നിട്ടോ? എല്ലാം മാറി. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അടുത്തതിലോട്ട് കയറി വന്നപ്പോഴത്തേക്ക് പോയി ആൻജിയോപ്ലാസ്റ്റി നടത്തി 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കളഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് 1 ദിവസം വിളിച്ചമ്മ. അന്ന് കിരണായിരുന്നു. അങ്ങനെ റെസ്റ്റിലൊക്കെ ഇരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെ ബെഡ് റെസ്റ്റ് ആണോ? ഇപ്പൊ എങ്ങനെ ആരോഗ്യം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. BP ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ? ഉണ്ടായിരുന്നു. അങ്ങനെ തുടക്കം അങ്ങനെ മരുന്ന് കഴിച്ചാൽ ഇത്രയും മച്ചക്കേടായി പോയെ. ആണോ? ഓഹോ. കുഴപ്പമില്ല. ഇപ്പൊ എല്ലാം നോർമലായി. അപ്പൊ സഹായത്തിനൊക്കെ ആരുണ്ട് വീട്ടില്? വീട്ടിൽ ഭാര്യയുണ്ട്, ഭാര്യയും മക്കളും സഹായിക്കുന്നുണ്ട്. അപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവിടെ അവർക്കത് നോക്കാനൊക്കെ പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ ആശുപത്രിയിൽ 2 മാസം കിടക്കേണ്ടി വന്നു അല്ലേ? ഇല്ല ആശുപത്രി 2 മാസം കിടന്നില്ല, 10 ദിവസമേ കിടന്നുള്ളൂ. 10 ദിവസം. ബാക്കി വീട്ടിലാണ് വിശ്രമിക്കേണ്ടി വന്നത്. ഓക്കെ. ഇപ്പൊ മരുന്ന് ശരിക്കും മരുന്നുണ്ട്. 10-30 ഗുളികയുണ്ട് ഒരു ദിവസം. അപ്പൊ ഊണ് കഴിക്കുന്നതിന് പകരം ഗുളികകൾ കഴിക്കുകയാണ്. അതെ 30 ഗുളിക എന്ന് പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോ. അതെ, 3 നേരം കൂടെ. സത്യമോ? 30-35 പരമാവധി അസുഖത്തിനും വേണ്ടി 6 മാസമാ പറഞ്ഞേക്കുന്നേ. അപ്പം കാര്യത്തിലോട്ട് വരട്ടെ. ഇനിയിപ്പോ ജോസ് കെ മാണി ഞങ്ങളുടെ കൂടെ വരേണ്ട കാര്യങ്ങളില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഇലക്ഷൻ കൂടെ കഴിയുന്ന ജോസ് കെ മാണി മാത്രമാവും. പറയാൻ മനസ്സിലായേ? ഇനി കോൺഗ്രസിലോട്ട് വരണ്ട. കോൺഗ്രസ് വാതിൽ തുറന്നിട്ട് കൊടുത്തിരുന്നതാ. അന്നേരമൊക്കെ വരാമായിരുന്നു. ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ ഈ വാർഡ് തെരഞ്ഞെടുപ്പ് വന്നിട്ട് എന്തോ അവർക്ക് ഫലമുണ്ടായി? ഒരു ഫലമില്ലല്ലോ. അണികളെല്ലാം പോയി. പാർട്ടിയിൽ നിന്ന് അണികളെല്ലാം പോയി. ഇത് ഈ ഇലക്ഷനും കൂടെ കഴിയുന്നതന്നെ ബാക്കിയുള്ളവരും കൂടെ നഷ്ടപ്പെടും. പിന്നെ ലാസ്റ്റ് വരുമ്പം ജോസ് കെ മാണി മാത്രമാകും 2 കൊണ്ട്. അതാണ് അവസ്ഥ. അപ്പൊ വരണ്ട, അവര് അവിടെ തന്നെ നിന്നോട്ടെ. ഇനിയിപ്പോ ഇങ്ങോട്ട് ആവശ്യമില്ല. അല്ലാതെ തന്നെ UDF ജയിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ. ജോസ് കെ മാണിയുടെ സീറ്റ് ഇല്ലാതെ ജയിക്കാം. ഞങ്ങള് തീർച്ചയായിട്ടും മനു ഈ പ്രാവശ്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 76 സീറ്റിൽ കുറയാതെ UDF പിടിക്കും. യാതൊരു തർക്കവും അതിന് വരുന്നില്ല. 76 സീറ്റിൽ കുറയാതെ. അല്ലാതെ 100-ന് മേളിലും ഒന്നും കിട്ടത്തൊന്നുമില്ല. അത് ആരും പ്രതീക്ഷിക്കണ്ട. ഒരു പാർട്ടിയും പ്രതീക്ഷിക്കണ്ട 100 സീറ്റൊക്കെ. 76 സീറ്റ് പിടിച്ച് ഞങ്ങൾ അധികാരത്തിൽ കയറിയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വിശകലനം ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിച്ചു, അങ്ങയുടെ പ്രവചനം എത്ര കറക്റ്റായി എന്നാണ് ഞാൻ ഒന്ന് വിളിക്കാം. ഓക്കെ. 4 സീറ്റ് BJP പിടിക്കും. 4 സീറ്റ് BJP. ഓക്കെ, വ്യക്തമാണ്. അങ്ങയുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളിക്കാരനാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കൊക്കെ അവിടുത്തെ ഒരു ജോസ് കെ മാണി രാഷ്ട്രീയത്തിൻ്റെയൊക്കെ മുഴുവൻ ചിത്രം അറിയാം. ശ്രീ രവീന്ദ്രൻ, ഇത് ജോസ് കെ മാണി LDF വിടുമോ? ശ്രീ രവീന്ദ്രൻ, ജോസ് കെ മാണി LDF വിടുമെന്ന് ചോദിച്ചാൽ ഇത് ലീഗിന്റെ ഒരു കളിയാണ്. ആണോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ജോസ് കെ മാണി അങ്ങോട്ട് എങ്ങനെയെങ്കിലും വന്നാൽ ലീഗിന് 1-2 സീറ്റ് ഇപ്പൊ നിലവിൽ നഷ്ടപ്പെടുത്തുള്ളൂ. അവർ വിട്ടുകൊടുക്കും. പക്ഷെ UDF ഒരുപാട് സീറ്റുകൾ നഷ്ടപ്പെടും. ജോസ് കെ മാണി ഇപ്പൊ അങ്ങോട്ട് വരുവാണ്. എങ്ങനെയെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊണ്ടുവരുവാണെങ്കിൽ UDF ഒരു പണി കൊടുക്കാറ്. ആ പണി എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യം എന്താ വെച്ചാൽ ഈ UDF കുറച്ച് സീറ്റുകൾ വിട്ടുകൊടുത്തു കഴിയുമ്പോഴേക്കും UDF ഒരുപാട് സീറ്റുകൾ നഷ്ടം വരികയും ചെയ്യും. ജോസ് കെ മാണിക്ക് UDF അത് ചിന്നിപ്പോവും. അപ്പൊ അവിടെ ഒറ്റക്കക്ഷി വരുന്നത് ലീഗായിട്ട് ഒറ്റക്കക്ഷി വരും. UDF വിഴുങ്ങുക തന്നെയാണ്. UDF വിഴുങ്ങാനുള്ള ഒരു പരിപാടിയാണ് ഇപ്പൊ ലീഗ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ജോസ് കെ മാണിയെ ഇപ്പൊ പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടി ലീഗ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശശീന്ദ്രനോട് ഞാൻ വെല്ലുവിളി ശശീന്ദ്രൻ ഏറ്റെടുക്കുന്നു. ഒരു സീറ്റെങ്കിലും BJP കേരളത്തിൽ പിടിക്കുകയാണെങ്കിൽ ശശീന്ദ്രൻ പൊതുവേദിയിൽ മാപ്പ് പറയണം. പൊതുവെ മാപ്പ് പറയണം. പിടിച്ചില്ലെങ്കിൽ ഞാൻ 100 മാപ്പ് ശശീന്ദ്രന് വേണ്ടി പറയാം. ശശീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി പറഞ്ഞല്ലോ 1 സീറ്റ് പോലും പിടിക്കാറുണ്ട്. ശശീന്ദ്രൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. ഒരു സീറ്റെങ്കിലും BJP പിടിക്കുകയാണെങ്കിൽ ഞാൻ ശശീന്ദ്രൻ മാപ്പ് പറയണം. അതല്ലെങ്കിൽ ശശീന്ദ്രൻ പറയുന്നത്ര മാപ്പ് ഞാൻ പറയാൻ തയ്യാറാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കടുത്ത തീരുമാനമൊന്നും ശശീന്ദ്രൻ എടുക്കരുത്.
BJP പിടിക്കലിൽ നിന്ന് നമുക്ക് പറയാൻ ഒരിക്കലും BJP ഒരുപക്ഷെ 1-2 സീറ്റൊക്കെ പിടിക്കാൻ മേലായിരിക്കൊന്നുമില്ല. പിന്നെ 65ഉം 70ഉം മുമ്പ് പറഞ്ഞ പാർട്ടി പറഞ്ഞ കറക്റ്റായി 76 സീറ്റും 70 സീറ്റും ഒക്കെ ആയിട്ട് നിൽക്കും. 1-2 സീറ്റും BJPയും പിടിച്ചു നിൽക്കും. പിന്നെ പാലായിലെ കളി ഇതാണ്, ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങാനുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി. അപ്പൊ അങ്ങ് ഏതാണ്ട് ആ പ്രദേശത്തുള്ള ആളായതുകൊണ്ട് ഒരുപക്ഷെ അങ്ങയുടെ ഒരു വ്യത്യസ്ത നിരീക്ഷണമാണ്. കൊള്ളാം. അപ്പോൾ ഗ്ലാഡിയേറ്റർ എന്നോട് പറയും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.